1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന അരിപ്പൊടി തന്നെയാണിത്. പിന്നെ വേണ്ടിയത് തേങ്ങ, 1 കപ്പ് തേങ്ങ. പിന്നെ വേണ്ടിയത് ശർക്കര. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഏത്തക്കയാണിത്. ഇത് ഓപ്ഷണലാണ്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും 3 ഏലക്ക പൊടിച്ചതും. പിന്നെ വാഴയില വേണം. പിന്നെ തിളച്ച ചൂടുവെള്ളം ഉപ്പിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണിത്. ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഒത്തിരി നിങ്ങൾ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. നമുക്കിനി മാറ്റി വെക്കാം. കുറച്ച് വെള്ളം വേണം നിങ്ങൾ ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ കണക്ക് പറയാൻ പറ്റത്തില്ല, അത് ഓരോ പൊടിയിൽ അനുസരിച്ചിരിക്കും. ചില പൊടിക്ക് ഒത്തിരി വെള്ളം വേണമായിരിക്കും, ചില പൊടിക്ക് കുറച്ച് മതിയായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. വെള്ളം കൂടിപ്പോയെങ്കിൽ കുറച്ചുകൂടെ പൊടി ഇട്ടാൽ മതി. കണ്ടോ, ഇതാണ് എൻ്റെ പരുവം. കണ്ടോ, ഇങ്ങനെ കുത്തിയ കണ്ടോ സോഫ്റ്റ് ആകണം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. നമുക്ക് ഇനി ഇതുണ്ടാക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഇങ്ങനെ വെക്കണം, കാരണം കയ്യിൽ മാവൊട്ടി പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് പതുക്കെ ഇങ്ങനെ എല്ലാ സൈഡിലും പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മയാണ് ഓർക്കുന്നത്. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ഡിഷായിരുന്നത്. ഒരെണ്ണം കഴിഞ്ഞു, നീ അടുത്തതുണ്ട്. നാല് ഇടയുടെയും പരത്തിയിട്ടുണ്ട്. ആവി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് ഓരോന്നും വെച്ച് കൊടുക്കാം. തൊട്ട് ഒരു 15 മിനിറ്റ് മതിയായിരിക്കും. ഇത് അവിടെ സ്റ്റീം ആകട്ടെ. ഇത് റെഡി ആയിട്ടുണ്ടോ അറിയണ്ടോ, ഇല വിട്ട് നിൽക്കും. താനെ ഇത് വെന്ത് കഴിയുമ്പോൾ ഈ ഇല വിട്ട് നിൽക്കും. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.